ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ക്വിക്ക് വിന്നിലേക്ക് സ്വാഗതം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ് ആണ്. 3 ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പാർലമെൻറ്റിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കി എടുക്കുന്ന അമെൻമെൻറ്റ്, രണ്ടാമത്തത് പാർലമെൻറ്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കി എടുക്കുന്ന അമെൻമെൻറ്റ്, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയും സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷനും ആവശ്യമായിട്ടുള്ള കാറ്റഗറിയുമാണ്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ മെജോറിറ്റി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ ഒരു ഹൗസിലെ ടോട്ടൽ മെമ്പർഷിപ്പ്, അതായത് ആ സമയത്ത് നമ്മൾ ഈ വേക്കൻസി, ഒരു സീറ്റ് വേക്കൻ്റ് ആണ് അല്ലെങ്കിൽ ഒരാൾ ആബ്സെൻ്റ് ആണ്, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നേയില്ല. അതായത് ടോട്ടൽ മെമ്പേഴ്സ് അതിൽ എത്രയായിരുന്നു ആബ്സെൻറ്റീസ് നമ്മൾ അതിൽ മൈനസ് ചെയ്യുന്നില്ല. അതും കൂടെ ആബ്സെൻറ്റീസും വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താ? അതായത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ പകുതി +1 ആണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മെജോറിറ്റി ആയി. അത് അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ടോട്ടൽ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. എത്ര മെമ്പേഴ്സ് പ്രസൻറ്റ് ആയി വോട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ 2/3 മെജോറിറ്റി, അവരുടെ 2/3 എത്രയുണ്ടോ, ഈ രണ്ട് ഇതിൽ ഏതാണോ വലുത് അത് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലേതാണോ വലുത് അത് സാറ്റിസ്ഫൈ ചെയ്താൽ ഓൾറെഡി അതിൻ്റെ ചെറുതും സാറ്റിസ്ഫൈ ആയിക്കോളും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആദ്യത്തത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യുമ്പം അത് അമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 സഭയിലും, ലോക്സഭയോ രാജ്യസഭയോ, ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു സഭയിൽ പാസ് ചെയ്യുമ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അമെൻമെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. അതേപോലെ തന്നെ DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, അത് അമെൻഡ് ചെയ്യണമെങ്കിലും സ്പെഷ്യൽ മെജോറിറ്റി വേണം. ആൻഡ് ഓൾ അതർ പ്രൊവിഷൻസ് വിച്ച് ആർ നോട്ട് കവേർഡ് ബൈ, അതായത് സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇത് രണ്ടിലും പറയാത്ത ബാക്കി എല്ലാ മാറ്റേഴ്സും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാർലമെൻറ്റ് പാസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും. ഇനി അടുത്ത നമുക്ക് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഇങ്ങനെ ഒരു ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ്സിൻ്റെ ഓരോ ലോസിലും റെഗുലേഷൻസിലൊക്കെ യൂണിയൻ്റെ ഒരു കടന്നുകയറ്റം, കേന്ദ്രത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാവരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്സിന് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനും അതിൻ്റേതായിട്ടുള്ള ഫ്രീഡവും അതിലേക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് കടന്നു കയറി ഈ അമെൻമെൻറ്റ് ചെയ്ത് അവരുടെ ഒരു ഫ്രീഡം ഇല്ലാതാക്കരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പം അത്തരം സ്റ്റേറ്റ്സിൻ്റെ കൂടെ കൺസെൻറ്റ് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ വേണ്ടി വരും എന്നുള്ളത്. അതായത് ഫസ്റ്റ് പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് ഇറ്റ്സ് മാനറാണ്. അപ്പോൾ നമുക്കറിയാം പ്രസിഡൻറ്റിൻ്റെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ
ഓരോ സ്റ്റേറ്റ്സിലെയും നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ്സിലെയും കൂടെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ഉറപ്പായിട്ടും സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. അത് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. സ്റ്റേറ്റിൻ്റെയും യൂണിയൻ്റെയും എക്സിക്യൂട്ടീവ് പവേഴ്സാണ്. അത് വരുമ്പോൾ അത് സ്റ്റേറ്റ്സ് ഓൾറെഡി ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ആദ്യം നമ്മൾ പറഞ്ഞ എക്സിക്യൂട്ടീവ് പവേഴ്സാണ്, പിന്നെ പറയുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സാണ്. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ GST കൗൺസിലിലെ മെമ്പേഴ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 33 അംഗങ്ങളാണ് അതിലുള്ളത്. അതിലാരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് നോക്കുമ്പോൾ ചെയർമാന് കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും. പിന്നെ രണ്ടാമത്തെ ആളും അതും കേന്ദ്രത്തിൻ്റെ മന്ത്രി തന്നെയാണ്. അതായത് കേന്ദ്രത്തിലെ സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യ ചുമതലയുള്ള മന്ത്രി. അതാണ് ആ 2 പേരും കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 28 പേര് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനവും നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യ അല്ലെങ്കിൽ റവന്യൂ ചുമതലയുള്ള മന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാർ ആരെയാണോ സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്നത് അവർ. ഈ 28 സംസ്ഥാനങ്ങളിലെയും ഇതേപോലെ നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രിമാരുണ്ട്. അതുകൂടാതെ 3 പേര് ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഉണ്ടായിരിക്കും. അപ്പം ഇതിലുള്ള മെമ്പേഴ്സ് തന്നെ സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സാണ്. അപ്പം സ്റ്റേറ്റ്സിൻ്റെയും കൂടെയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്തത് പറയുകയാണെങ്കിൽ എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ. 7th ഷെഡ്യൂൾ നമുക്കറിയാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുന്നതാണ് 7th ഷെഡ്യൂള്. അതായത് സ്റ്റേറ്റ്സിന് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന സബ്ജക്റ്റിനെ കുറിച്ചും യൂണിയന് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന സബ്ജക്റ്റിനെ കുറിച്ചും ഒക്കെയാണ് 7th ഷെഡ്യൂളിൽ പറയുന്നത്. അത് അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെൻറ്റ്. ഇതും ഓഫ്കോഴ്സ് എന്തായാലും വരും. അടുത്തത് പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ. അത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ് ആൻഡ് കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്തെടുക്കുന്നത് ആർട്ടിക്കിൾ 368 പ്രതിപാദിക്കുന്നില്ല. അത് മറ്റ് ചില ആർട്ടിക്കിളുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആണ്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്രേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. പുതിയതായിട്ടൊരു സംസ്ഥാനം നിർമ്മിക്കുവാനോ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏരിയാസിലെ ബൗണ്ടറീസിലൊക്കെ ചേഞ്ചസ് വരുത്തുവാനും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാനോ ഒക്കെ സിമ്പിൾ മെജോറിറ്റി മതിയാവും. അടുത്തത് അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്സ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണമാണ് നടക്കുന്നത്, ലോക്സഭയും രാജ്യസഭയും. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്സ് ഒരു സഭ മാത്രമേ ഉള്ളൂ, നിയമസഭയാണ്. എന്നിരുന്നാൽ പോലും 6 സ്റ്റേറ്റ്സിൽ, നമ്മുടെ രാജ്യത്തെ 6 സ്റ്റേറ്റ്സിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണമാണ് നടക്കുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, UP, ബീഹാർ എന്നീ 6 സംസ്ഥാനങ്ങളിൽ 2 നിയമനിർമ്മാണ സഭയുണ്ട്. നിയമസഭയും അതേപോലെ രണ്ടാമത്തെ സഭ അറിയപ്പെടുന്ന പേര് നിയമസമിതിയാണ്. ആ നിയമസമിതി
ഫോർമേഷൻ ചെയ്യാനും ഇനി ഈ 6 സംസ്ഥാനങ്ങൾ കൂടാതെ വേറൊരു 7ാമതായിട്ടൊരു സംസ്ഥാനത്ത് നിയമസമിതി വേണം എന്നുണ്ടെങ്കിൽ അതിന് പാർലമെൻറ്റിൻ്റെ സിമ്പിൾ മെജോറിറ്റി 2 സഭയിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്താൽ മതിയാവും. അതേപോലെ അടുത്തത് വരുന്നത് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഫോർമേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ 6 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണ്ട എന്ന് തീരുമാനിക്കുവാനും ഹൗസിൻ്റെ സിമ്പിൾ മെജോറിറ്റി മതിയാവും. അടുത്തത് സെക്കൻഡ് ഷെഡ്യൂളാണ്. സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എമോല്യുമെൻറ്റ്സ്, അലവൻസ്, പ്രിവിലേജസ് ആൻഡ് സോ ഓൺ ഓഫ് ദ പ്രസിഡൻറ്റ്, ഗവർണേഴ്സ്, സ്പീക്കേഴ്സ്, ജഡ്ജസ് എക്സെട്ര. പ്രസിഡൻറ്റിൻ്റെയും ഗവർണേഴ്സിൻ്റെയും സ്പീക്കേഴ്സിൻ്റെയും ഒക്കെ അങ്ങനെ മുതലായവരുടെ എമോല്യുമെൻറ്റ്സും അലവൻസും സാലറി അലവൻസും അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ. അതിൽ ചേഞ്ചസ് വരുത്താനും സിമ്പിൾ മെജോറിറ്റി മതിയാവും. ഇനി അടുത്ത പാർലമെൻറ്റിലെ കുറച്ച് പ്രൊസീജിയേഴ്സും അതൊക്കെ അമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് സിമ്പിൾ മെജോറിറ്റി മതിയാകും. ആദ്യം പാർലമെൻറ്റിൻ്റെ ക്വാറം നിലവിൽ 1/10 ആണ്. 1/10 മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീറ്റിംഗ് ചേരാൻ കഴിയുള്ളൂ. അതിനെയാണ് ക്വാറം എന്ന് പറയുന്നത്. അടുത്തത് സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ മെമ്പേഴ്സിൻ്റെ സാലറീസ് അലവൻസിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനും സിമ്പിൾ മെജോറിറ്റി മതി. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇൻ പാർലമെൻറ്റ് അത് അമെൻഡ് ചെയ്യാനും സിമ്പിൾ മെജോറിറ്റി മതി. പ്രിവിലേജസ് ഓഫ് ദ പാർലമെൻറ്റ്, ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റീസ്. അടുത്തത് യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെൻറ്റ്. നമ്പർ ഓഫ് പിസൈൻ ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട്. ഈ പിസൈൻ ജഡ്ജസ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജസിനെ പറയുന്നതാണ് പിസൈൻ ജഡ്ജസ് എന്ന്. നിലവിലിപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരാണുള്ളത്. ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടെ 34 ജഡ്ജസാണ് സുപ്രീം കോർട്ടിലുള്ളത്. അടുത്തത് കൺഫേംമെൻറ്റ് ഓഫ് മോർ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ പരിധി വർദ്ധിപ്പിക്കുവാനും സിമ്പിൾ മെജോറിറ്റി മതിയാവും. യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അടുത്ത ഇമ്പോർട്ടൻ്റ് സിറ്റിസൺഷിപ്പ്, അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. പുതുതായിട്ട് സിറ്റിസൺഷിപ്പ് നേടാനോ അത് നഷ്ടപ്പെടാനോ സിമ്പിൾ മെജോറിറ്റി മതി. ഇലക്ഷൻസ് ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് അത് രണ്ടും നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അടുത്തത് ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സെൻസസിന് ശേഷവും ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. പോപ്പുലേഷൻ്റെ ബേസിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും റഫ്ലി ഈക്വൽ പോപ്പുലേഷൻ എന്നുള്ള രീതിയിലാണ് ഡീലിമിറ്റേഷൻ ചെയ്യുന്നത്. അത് അമെൻമെൻറ്റ് ചെയ്യുവാനും ഇപ്പോൾ നമ്മൾ 2001 സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ ചെയ്തതിന് ശേഷം പിന്നെ വന്ന സെൻസസിലൊന്നും ഡീലിമിറ്റേഷൻ ചെയ്തിട്ടില്ല. അതുപ്രകാരം ലാസ്റ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഫോം ചെയ്ത് 2002 അടുത്തത് യൂണിയൻ ടെറിട്ടറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളുമാണ്. 5th ഷെഡ്യൂളിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സും 6th ഷെഡ്യൂളിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ്. ഇതൊക്കെ അമെൻഡ് ചെയ്യാൻ സിമ്പിൾ മെജോറിറ്റി മതിയാവും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ അമെൻമെൻറ്റിനെ കുറിച്ചുമാണ് പഠിക്കേണ്ടത്. താങ്ക് യു.